ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 8th ബേസിക് സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോശങ്ങളും കോശജാലങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആവും. കോശങ്ങൾ അല്ലെങ്കിൽ സെൽസ് എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ള എല്ലാ പോയിന്റ്സും വരുന്നൊരു ചാപ്റ്ററാണ് ഇത്. അപ്പോൾ എൻ്റെ ക്ലാസ് കണ്ടിട്ട് പഠിക്കുന്നവരായാലും അല്ലെങ്കിൽ ബുക്സ് റീഡ് ചെയ്ത് പഠിക്കുന്നവരായാലും ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വിട്ടുകളയരുത്. അതായത് സെൽസ് എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും വരുന്നൊരു ചാപ്റ്ററാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 9ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് കോശങ്ങളും കോശജാലങ്ങളും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ക്ലാസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് ശാസ്ത്രജ്ഞരെ പറ്റിയാട്ടോ കൊടുത്തിട്ടുള്ളത്. 17ാം നൂറ്റാണ്ടിലെ ഒരു സംഭവമാണിത്. റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞൻ തൻ്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക് കഷണത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ. അവ ഒന്നല്ല, 1000 എണ്ണം. അറകൾ എന്ന അർത്ഥത്തിൽ അവയെ അദ്ദേഹം സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് വിളിച്ചു. അപ്പോൾ 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. അദ്ദേഹത്തിന്റെ കാലഘട്ടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1635 മുതൽ 1703 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? തൻ്റെ മൈക്രോസ്കോപ്പിലൂടെ ഒരു നേർത്ത കോർക്ക് കഷണത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് കണ്ടത്? അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ പോലുള്ള ചെറുഭാഗങ്ങൾ. അവ ഒന്നല്ല, 1000 എണ്ണം കാണാൻ പറ്റി. അപ്പോൾ അവയെ അദ്ദേഹം അറകൾ എന്ന അർത്ഥത്തിൽ അവയെ എന്താണ് സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ എന്ന് വിളിച്ചുട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? സെല്ല് കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്കാണ് കേട്ടോ. അതായത് സെല്ലുകൾ എന്ന് വിളിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. അതുപോലെ പിന്നെന്താണ്? സെല്ലുകൾ എന്ന വാക്കിനർത്ഥം എന്താണ്? അറകൾ എന്നാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ ആൻഡൻ വാൻ ലീവൻഹോക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ട മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ആൻഡൻ വാൻ ലീവൻഹോക്കിന്റെ കാലഘട്ടം കൊടുത്തിട്ടുണ്ട്. 1632 മുതൽ 1723 വരെയാണ്. അപ്പോൾ റോബർട്ട് ഹുക്ക് എന്താണ്? ഒരു കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ് അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് തുടർന്നുള്ള വർഷങ്ങളിൽ ആൻഡൻ വാൻ ലീവൻഹോക്ക് കുളത്തിൽ നിന്നെടുത്ത ജലത്തെ കുറെ കൂടി മെച്ചപ്പെട്ടൊരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ നിരീക്ഷിക്കുകയും അതിലെ സൂക്ഷ്മജീവികളെ കണ്ടെത്തുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ജീവനുള്ള കോശം കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആൻഡൻ വാൻ ലീവൻഹോക്ക് ആണ് കേട്ടോ. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. ജീവനുള്ള കോശത്തെ കണ്ടെത്തിയത് ആരാണ്? ആൻഡൻ വാൻ ലീവൻഹോക്ക്. അടുത്ത ഹെഡിങ് ആണ് കോശവിജ്ഞാനീയത്തിന്റെ നാൾവഴികൾ. വിജ്ഞാന മേഖലയിൽ പ്രധാന കണ്ടെത്തലുകൾ നടത്തിയ ശാസ്ത്രജ്ഞരിൽ ചിലരെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ആരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ? മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികവും ജേക്കബ് ഷ്ലീഡനെ വരാറുള്ളൂ കേട്ടോ. അപ്പോൾ മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ ആണ്. അപ്പോൾ അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ജേക്കബ് ഷ്ലീഡൻ ആണ്. ഏതാണ് വർഷം? 1838 കേട്ടോ. അപ്പോൾ 1838 എന്താണ് കണ്ടെത്തിയത്? എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ജേക്കബ് ഷ്ലീഡൻ ആണ് കേട്ടോ. മത്തിയാസ് ജേക്കബ് ഷ്ലീഡൻ. അടുത്തത് ആരാണ്? തിയോഡർ ഷ്വാൻ ആണ് കേട്ടോ. 1839 അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്? എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ആരാണ്? തിയോഡർ ഷ്വാൻ ആണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത വർഷത്തിലാണ് അല്ലേ. അപ്പോൾ 1838 എന്താണ് ജേക്കബ് ഷ്ലീഡൻ കണ്ടെത്തിയത്? എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് കേട്ടോ. സസ്യങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് ജേക്കബ് ഷ്ലീഡൻ ആണ്. അതിൻ്റെ അടുത്ത വർഷം 1839 തിയോഡർ ഷ്വാൻ എന്താണ് കണ്ടെത്തിയത്? എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അടുത്തത് ആരാണ് കൊടുത്തിട്ടുള്ളത്? റുഡോൾഫ് വിർഷോ ആട്ടോ. റുഡോൾഫ് വിർഷോ. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? റുഡോൾഫ് വിർഷോ ആണ്. ഏതാണ് വർഷം? 1855 കേട്ടോ. 1855 റുഡോൾഫ് വിർഷോ ആണ് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയത്. അപ്പോൾ 3 വ്യക്തികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ആരൊക്കെയായിരുന്നു? ജേക്കബ് ഷ്ലീഡൻ, തിയോഡർ ഷ്വാൻ, അതുപോലെ റുഡോൾഫ് വിർഷോ. ജേക്കബ് ഷ്ലീഡൻ എന്താണ്? സസ്യങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. തിയോഡർ ഷ്വാൻ എന്താണ്? ജന്തുക്കൾ കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തി. പിന്നെന്താണ്? റുഡോൾഫ് വിർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ചു. അപ്പോൾ എല്ലാവരും വർഷമൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. 1838 ആരാണ്? ജേക്കബ് ഷ്ലീഡൻ ആണ് കണ്ടെത്തിയത്. 1839 തിയോഡർ ഷ്വാൻ, അതുപോലെ 1855 റുഡോൾഫ് വിർഷോ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്.
19-ാം നൂറ്റാണ്ടിൽ വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ നിരീക്ഷണ ഫലങ്ങളെല്ലാം സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണ് കോശ സിദ്ധാന്തം. എന്താ പറഞ്ഞിട്ടുള്ളത്? 19-ാം നൂറ്റാണ്ടിൽ വിവിധ ശാസ്ത്രജ്ഞരുടെ ഈ നിരീക്ഷണങ്ങളെയെല്ലാം സമന്വയിപ്പിച്ച് രൂപീകരിച്ചതാണെന്ത്? കോശ സിദ്ധാന്തം. ഇത് കോശവിജ്ഞാനീയത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. ഇനി കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്താണെന്ന് നോക്കാം. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെന്താണ്? ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ എന്താണ്? ഇവരുടെയൊക്കെ കണ്ടെത്തലുകൾ സമന്വയിപ്പിച്ചുകൊണ്ടാണ് അല്ലെ കോശ സിദ്ധാന്തം അവതരിപ്പിച്ചത്. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് കോശമാണ്. അതുപോലെ എന്താണ്? മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. ഈ ഒരു സെൽ തിയറി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ പ്രസ്താവനയായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സൂക്ഷ്മങ്ങളായ കോശങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിവിധ തരം മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്കറിയാം അല്ലേ. അപ്പൊ സാധാരണ മൈക്രോസ്കോപ്പുകളിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്നത് അതിന്റെ ലെൻസുകളാണ്. സാധാരണ മൈക്രോസ്കോപ്പുകളിൽ എന്താണ്? വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്നത് അതിന്റെ ലെൻസുകളാണ് അല്ലെ. അടുത്തത് എന്താണ്? മതിയായ പ്രകാശത്തിൽ മനുഷ്യ നേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. ഈ ദൂരമാണ് കണ്ണിന്റെ റെസൊല്യൂഷൻ. അപ്പോൾ 0.2 മില്ലിമീറ്ററിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണാൻ ലെൻസ് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ കണ്ണിൽ എന്താണ്? മതിയായ പ്രകാശത്തിൽ മനുഷ്യനേത്രത്തിന് 0.2 മില്ലിമീറ്റർ അകലത്തിലുള്ള രണ്ട് ബിന്ദുക്കളെ തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയും. ഈ ദൂരമാണെന്ത്? കണ്ണിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 0.2 മില്ലിമീറ്റർ ആണെന്ത്? കണ്ണിന്റെ റെസൊല്യൂഷൻ. അതിനേക്കാൾ കുറഞ്ഞ അകലത്തിലുള്ള ബിന്ദുക്കളെ വേർതിരിച്ച് കാണാൻ ലെൻസ് ആവശ്യമാണ്. അതിനാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു മൈക്രോസ്കോപ്പിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിലെന്താണ്? ഓരോ പോയിന്റും ഏതൊക്കെയാണെന്ന് നമ്മളോട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫില്ല് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും മുകൾ ഭാഗത്തുള്ള ലെൻസാണ് കേട്ടോ ഐ പീസ്. ഇതിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് ബോഡി ട്യൂബാണ്. അത് കഴിഞ്ഞാൽ ഏതാണ്? രണ്ട് നോബുകളാണല്ലേ വരുന്നത്. വലിയ നോബിന് കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് എന്നാട്ടോ പറയാം. രണ്ടാമത്തേത് ഏതാണ്? ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ്. അടുത്തത് പവർ ഒബ്ജക്റ്റീവ് ആണ്. രണ്ട് പവർ ഒബ്ജക്റ്റീവ് ഉണ്ട് അല്ലേ. ഇതെന്താണ്? വസ്തുക്കളെ മാഗ്നിഫൈ ചെയ്ത് കാണാനാണ് കേട്ടോ ഇത് സഹായിക്കുന്നത്. അടുത്തത് സ്റ്റേജ് ക്ലിപ്പാണ്. അതുപോലെ സ്റ്റേജും ഉണ്ട് അല്ലേ. ഇതിലാണ് നമുക്ക് നിരീക്ഷിക്കേണ്ട ക്ലിപ്പ് ഘടിപ്പിക്കുന്നത്. ഈ ഒരു സ്റ്റേജിലാണ്. ഈ സ്റ്റേജ് ക്ലിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഘടിപ്പിക്കുന്നത്. അതിന് താഴെയായിട്ടാണ് കണ്ടൻസർ ഉള്ളത് കേട്ടോ. കണ്ടൻസറിൽ ഒരു ലെൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? വസ്തുക്കളുടെ പ്രതിബിംബം നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കാനാട്ടോ ഇത് സഹായിക്കുന്നത്. അടുത്തത് മിററാണ്. മൈക്രോസ്കോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കേട്ടോ മിറർ. അപ്പോൾ മൈക്രോസ്കോപ്പ് എന്താണ്? പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രകാശത്തെ അല്ലെങ്കിൽ എന്താണ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ എങ്ങോട്ട്? മൈക്രോസ്കോപ്പിന്റെ ലെൻസിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു മിറർ യൂസ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് ടൈപ്പ് മിററുകളാണ് നമ്മുടെ മൈക്രോസ്കോപ്പിൽ കാണപ്പെടുന്നത്. ഒന്ന് പ്ലെയിൻ മിറർ ഉണ്ട്, അതായത് സമതല ദർപ്പണമുണ്ട്. അതുപോലെ കോൺകേവ് മിററും ഉണ്ട് കേട്ടോ. അടുത്തത് ബേസ് ആണ്. അപ്പോൾ മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഐ പീസ്, അതുപോലെ ബോഡി ട്യൂബ്, കോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉണ്ട്, അതുപോലെ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് നോബ് ഉണ്ട്. പിന്നെന്താണ്? പവർ ഒബ്ജക്റ്റീവ്, അതുപോലെ സ്റ്റേജ് ക്ലിപ്പ്, സ്റ്റേജ്, കണ്ടൻസർ, മിറർ, ബേസ് കേട്ടോ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ. വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവാണ് അതിന്റെ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. അപ്പോൾ നിരീക്ഷണ വസ്തുവിനെ ഐ പീസ് ലെൻസ് അതായത് 10x അതായത് 10 ഇരട്ടി കേട്ടോ വലുതാക്കുകയും അതുപോലെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ് 40x ആണ് അല്ലേ 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എത്ര? 400x ആയിരിക്കും കേട്ടോ. അപ്പോൾ വസ്തുക്കളെ വലുതാക്കി കാണിക്കാനുള്ള ഒരു ലെൻസിന്റെ കഴിവാണ് അതിന്റെ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. അപ്പം നിരീക്ഷണ വസ്തുവിനെ ഐ പീസ് ലെൻസ് 10x ആട്ടോ 10 ഇരട്ടി വലുതാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ് 40x അല്ലെങ്കിൽ 40 ഇരട്ടിയാണ് വലുതാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്താണ് ആ മൈക്രോസ്കോപ്പിന്റെ ആവർത്തന ശേഷി എത്ര ആയിരിക്കും? 400x ആണ് വരിക. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് ആൻസറാണ് 400x. അതായത് ഐ പീസ് ലെൻസിൻ്റെയും ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആണെന്ത് ആ ഒരു മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ. ഇനി ഇവിടെ ഒരു ടേബിളാണ് കൊടുത്തിട്ടുള്ളത് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗം. ഫസ്റ്റ് എന്താണ്? ഐ പീസ് ലെൻസ് ആണ് അല്ലേ. ഐ പീസ് ലെൻസ് നമുക്കറിയാം എന്താണ് മൈക്രോസ്കോപ്പിൻ്റെ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ലെൻസാണ്. അതിലൂടെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ.
കണ്ണിന് നേരെ വെക്കുന്ന ലെൻസാണ്. അതെന്തിനാണ് സഹായിക്കുന്നത്? വസ്തുക്കളെ വലുതാക്കി കാണാനാണ് ഐപീസ് ലെൻസ് സഹായിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഏതായും പറഞ്ഞത് ബോഡി ട്യൂബ് ആണ് അല്ലേ. ബോഡി ട്യൂബ് എന്താണ്? ഐപീസ് ലെൻസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ബോഡി ട്യൂബ് കേട്ടോ. അടുത്തത് നോബ്സ് ആയിരുന്നു അല്ലേ. അതെന്തിനാണ് സഹായിക്കുന്നത്? നോബ്സ് ഹെൽപ്പ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ലെൻസിനെയും അതുപോലെ എന്താണ് സ്ലൈഡ് വെച്ച സ്റ്റേജിനെയും ക്രമീകരിക്കാനാണ് കേട്ടോ. അടുത്തത് ഒബ്ജക്റ്റീവ് ലെൻസ് എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാൽ എന്താണ്? വസ്തുവുമായിട്ട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതെന്താണ് ചെയ്യുന്നത്? വസ്തുവിൻ്റെ യഥാർത്ഥ വലിപ്പത്തിൽ ഒരു പ്രതിബിംബം സൃഷ്ടിക്കുകയാണ്. ഈ പ്രതിബിംബം പിന്നീട് എന്താണ്? ഐപീസ് ലെൻസ് വഴി വലുതാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ധർമ്മം കൊടുത്തിട്ടുണ്ട് ഏതാണ് എന്നാണ്. സ്ലൈഡിനെ സ്റ്റേജിൽ ഉറപ്പിച്ച് നിർത്തുന്നത് എന്താണ്? സ്ലൈഡ് ക്ലിപ്പാണ് അല്ലേ. അടുത്തത് സ്റ്റേജ് ആയിരുന്നു അല്ലേ. സ്റ്റേജിലാണ് നമ്മൾ നിരീക്ഷിക്കുവാനുള്ള സ്ലൈഡ് കൊണ്ടുപോയി വെക്കുന്നത്, സ്റ്റേജിലാണ്. അപ്പോൾ ഇതൊന്നും ടൈപ്പ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ധർമ്മങ്ങളൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി അടുത്തതായിട്ട് ഏതാണ്? പിന്നെ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടൻസർ ആയിരുന്നു പറഞ്ഞത്. കണ്ടൻസർ എന്താണ്? വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ സഹായിക്കുന്നത് കണ്ടൻസർ ആണ്. അതിനുള്ളിലുള്ള മറ്റൊരു പാർട്ടാണ് ഡയഫ്രം. പ്രകാശത്തിൻ്റെ കോണളവും അതുപോലെ എന്താണ് തീവ്രതയും ക്രമീകരിക്കാൻ സഹായിക്കുന്നത് ഇതിനുള്ളിലുള്ള ഡയഫ്രാണ്. അടുത്തത് മിററാണ് അല്ലേ. പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നത് മിററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് ടൈപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാനാകാത്ത സൂക്ഷ്മജീവികളെ എങ്ങനെ നിരീക്ഷിക്കാനാകും? സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലിയാണ്, അതായത് ഇലക്ട്രോൺ ബീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണെന്ത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെയാണ്? ജീവകോശങ്ങൾ, വൈറസുകൾ, തന്മാത്രാ ഘടനകൾ എന്നിവയുടെയൊക്കെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രകാശത്തിന് പകരം ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ബീം അല്ലെങ്കിൽ കിരണാവലിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോൺ കിരണാവലിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീമാണ് പ്രകാശത്തിന് പകരം ഈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ ഇന്ന് ഉപയോഗത്തിലുണ്ട്. ഇനി ഇവിടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ജർമ്മൻകാരായ ഏണസ്റ്റ് റസ്ക അതുപോലെ മാക്സ്നോൾ എന്നീ ശാസ്ത്രജ്ഞരാണ് 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. അപ്പോൾ ആരൊക്കെയാണ്? ഏണസ്റ്റ് റസ്കയും അതുപോലെ മാക്സ്നോളും കേട്ടോ. ഏണസ്റ്റ് റസ്ക ആൻഡ് മാക്സ്നോൾ കേട്ടോ. ഇവർ ജർമ്മൻകാരാണ്. ഈ ശാസ്ത്രജ്ഞരാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. വർഷം എന്നാണ് 1934 കേട്ടോ. സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വിഭിന്നമായി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാനായി ഇലക്ട്രോൺ മാഗ്നൈറ്റുകളാണ് ഉപയോഗിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണ മൈക്രോസ്കോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോണുകളെ നിരീക്ഷണ വസ്തുവിൽ കേന്ദ്രീകരിക്കുവാനായിട്ട് ഇലക്ട്രോൺ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് എന്താണ്? വിവിധ തരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ചുവന്ന രക്താണുക്കളും അതുപോലെ COVID-19 വൈറസും പൂമ്പടി ഇതൊക്കെ നിരീക്ഷിക്കാൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആവശ്യമാണ്. എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയുള്ള കാഴ്ചയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെയും സവിശേഷതയാണ് ഏതൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ സവിശേഷത? പ്രകാശത്തിൻ്റെ ആവശ്യകത, അതുപോലെ ആവർത്തന ശേഷി, ലെൻസ്, ഇതൊക്കെ നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രകാശത്തിൻ്റെ ആവശ്യകത എന്താണ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എന്താണ്? പ്രകാശത്തിൻ്റെ ആവശ്യകത ഉണ്ട് അല്ലേ. പിന്നെ എന്താണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിൻ്റെ ആവശ്യകത ഇല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ആവർത്തന ശേഷിയാണ്. നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ എന്തായിരുന്നു ആവർത്തന ശേഷി? നമുക്കറിയാം ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെയും അതുപോലെ ഐപീസ് ലെൻസിൻ്റെയും മാഗ്നിഫിക്കേഷൻ പവറിൻ്റെ പ്രൊഡക്റ്റായി നമുക്ക് എന്ത് കിട്ടാം? പിന്നെ ആ ഒരു മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ അല്ലെങ്കിൽ ആവർത്തന ശേഷി എന്ന് പറയും അല്ലേ. അത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ അപേക്ഷിച്ച്? 10 മില്യൺ ഇരട്ടിയായി കിട്ടും മാഗ്നിഫിക്കേഷൻ പവർ വരുന്നത്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താണ്? ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ജീവികളെ പോലും നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ ആവർത്തന ശേഷിയുള്ളത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണ് കേട്ടോ. പിന്നെന്താണ്? അടുത്തത് ലെൻസാണ്.
നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ ലെൻസ് നമ്മൾ പറഞ്ഞു അല്ലേ, ഏതൊക്കെയായിരുന്നു? ഐ പീസ് ലെൻസും ഉണ്ടായിരുന്നു, അതുപോലെ എന്താണ് പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് ലെൻസ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ ലെൻസ് എന്താണ്? സാധാരണയായിട്ട് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ലെൻസ് അല്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസുകളാണ് കേട്ടോ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺ കിരണങ്ങളെ ഫോക്കസ് ചെയ്യാനും അതുപോലെ എന്താണ് പ്രതിബിംബം വലുതാക്കാനും ആണ് ഈ ലെൻസുകൾ യൂസ് ചെയ്യുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ലെൻസും അതുപോലെ പ്രൊജക്ടർ ലെൻസും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ടേബിളിൽ എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഒക്കെ വ്യത്യസ്ത സവിശേഷതകളാണ് അല്ലെ ഇവിടെ താരതമ്യം ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? വിവിധ മൈക്രോസ്കോപ്പുകളിലൂടെ എത്ര വലിപ്പം വരെയുള്ള സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കാൻ സാധിക്കും എന്നാണ് കേട്ടോ. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ മൈക്രോസ്കോപ്പിനെ ഡിനോട്ട് ചെയ്യാൻ ഒരു യെല്ലോ കളറാണല്ലേ കൊടുത്തിട്ടുള്ളത്. സാധാരണ മൈക്രോസ്കോപ്പ് നമ്മുടെ സ്കെയിലിൽ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 100 നാനോമീറ്ററിന്റെയും 1 മൈക്രോമീറ്ററിന്റെയും ഇടയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ എന്താണ് 100 മൈക്രോമീറ്ററിന് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത്രയും വലിപ്പമുള്ള വസ്തുക്കളെ നമുക്ക് ഈ ഒരു സാധാരണ മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റും കേട്ടോ. ഏതൊക്കെയാണ് ആ വസ്തുക്കൾ നോക്കാം. ഏതൊക്കെ വിടും? സസ്യകോശം പെടും അല്ലെ. സസ്യകോശം, അണ്ഡം, പാരമീസിയം, ജന്തുകോശം, ചുവന്ന രക്താണു, മൈറ്റോകോൺട്രിയ, അതുപോലെ ബാക്ടീരിയ അല്ലെ. ഒരു പരിധിവരെ നമുക്ക് ബാക്ടീരിയയും കാണാൻ പറ്റും. അതുപോലെ ഈസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്താണ് സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റൂലോ. അടുത്തത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളറിൽ, ലൈറ്റ് ഗ്രീൻ കളറിലാണ് അല്ലെ. എത്ര മുതൽ എത്ര വരെയാണ്? അതായത് 0.1 നാനോമീറ്റർ അല്ലേ. 0.1 നാനോമീറ്റർ മുതൽ 100 മൈക്രോമീറ്ററിനും മുകളിലായിട്ടുള്ള വസ്തുക്കളെ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് 0.1 നാനോമീറ്ററിനും അതുപോലെ സാധാരണ മൈക്രോസ്കോപ്പിന്റെ താഴെയായിട്ട് വരുന്ന 100 നാനോമീറ്ററിനും ഇടയിലായിട്ട് വരുന്ന വസ്തുക്കൾ എന്ന് നോക്കാം. ഏതൊക്കെയാണ്? DNA ഉണ്ട് അല്ലേ. DNA, ആറ്റം, പ്രോട്ടീൻ, വൈറസ് ഇവയൊക്കെ എന്താണ് 0.1 നാനോമീറ്ററിനും അതുപോലെ 100 നാനോമീറ്ററിനും ഇടയിലായിട്ട് വരുന്നതാണ്. അപ്പോൾ അതിന് മുകളിലായിട്ടാണ് സാധാരണ മൈക്രോസ്കോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് മുകളിലായിട്ട് പിന്നെ വലിപ്പമുള്ള വസ്തുക്കളെയാണ് നമുക്ക് സാധാരണ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് പക്ഷേ ഇതെന്താണ് നമുക്ക് സാധാരണ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്ന വസ്തുക്കളെ നമുക്ക് എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും. അതുപോലെ ഇതിന് താഴെയായിട്ട് വരുന്ന വലിപ്പമുള്ള വസ്തുക്കളെയും നമുക്ക് കാണാൻ പറ്റുന്നു. മനസ്സിലായില്ലേ? അടുത്ത ഹെഡിങ് ആണ് കോശങ്ങളെ നിരീക്ഷിക്കാം. ജീവജാലങ്ങളുടെ ശരീരത്തിൽ വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കോശങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. ഈ കോശങ്ങളെല്ലാം ഒറ്റയ്ക്കാണോ അതോ ഒത്തുചേർന്നാണോ വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നത്? അത് മനസ്സിലാകാനായിട്ട് ഒരു സസ്യകാണ്ഡത്തിന്റെ ഛേദത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോഴുള്ള ദൃശ്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ്? ഇലയിലെയും കാണ്ഡത്തിലെയും വൈവിധ്യമാർന്ന കോശങ്ങൾ നിരീക്ഷിച്ചല്ലോ. കാഴ്ചയിൽ വൈവിധ്യമുണ്ടെങ്കിലും ഈ കോശങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടന ഒരുപോലെയാണ്. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ഇലയിലെയും കാണ്ഡത്തിലെയും കോശങ്ങൾ എന്താണ് പിന്നെ കാഴ്ചയിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ഈ കോശങ്ങളുടെ എല്ലാം അടിസ്ഥാന ഘടന ഒരുപോലെയാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു കോശത്തിന്റെ ഘടനയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളോട് എന്താണ് ഫില്ല് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് കോശാംഗങ്ങൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് എന്താണ്? അന്തർദ്രവ്യ ജാലികാണ് കേട്ടോ. രണ്ടാമത്തത് മർമ്മത്തിന്റെ ഒരു ഭാഗമാണ്. മൂന്നാമത്തത് എന്താണ്? കോശസ്തരമാണ്. നാലാമത്തത് നമുക്ക് കാണുന്നത് ഫേനമാണ് കേട്ടോ. ഇനി ഏതൊക്കെയാണ്? കോശദ്രവ്യം, മൈറ്റോകോൺട്രിയ, കോശഭിത്തി, ഗോൾഗി വസ്തുക്കൾ, ജൈവകണങ്ങൾ. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ കോശഭിത്തി ആട്ടോ. കോശഭിത്തി അല്ലെങ്കിൽ സെൽവാള്. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കോശഭിത്തി. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കോശഭിത്തി അല്ലെങ്കിൽ സെൽവാൾ എന്താണ്? കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള ഒരു പാളിയാണ് കോശഭിത്തി. ഇത് കോശത്തിന് എന്താണ് സംരക്ഷണവും ആകൃതിയും നൽകുന്നുണ്ട്. സസ്യങ്ങളിലെ കോശഭിത്തി എന്താണ്? സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് കേട്ടോ കോശഭിത്തി. അത് എന്താണ്? കോശസ്തരം അഥവാ പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്താണെന്നാണ്.
കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം. അതായത് കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മ സ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ പ്ലാസ്മ സ്തരം എന്താണ്? വരണധാരി സ്തരം എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ കോശസ്തരം അഥവാ പ്ലാസ്മ സ്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണിത് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തേക്ക് കടക്കുന്നതും ഈ ഒരു സ്തരത്തിലൂടെയാണ്. അപ്പൊ എല്ലാ പദാർത്ഥങ്ങളെയും ഒന്നും പ്ലാസ്മ സ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ എന്താണ്? പ്ലാസ്മ സ്തരത്തെ വരണധാര്യ സ്തരം അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും നോക്കിയില്ലേ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്താണെന്ന് നോക്കാം. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് എന്ത്? ജീവദ്രവ്യം. ഏതൊക്കെയാണ്? മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണിത് ജീവദ്രവ്യം. അപ്പൊ എന്താണ് കോശദ്രവ്യം? കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം. എന്താണ്? കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രാവകം. ഇത് എല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ? കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ഒരു ദ്രാവകമാണ് കോശദ്രവ്യം എന്ന് പറഞ്ഞാല്. ഇത് എല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി വർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു കോശദ്രവ്യവും മർമ്മവും ഉൾപ്പെടെയുള്ള കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ഇത് ജീവദ്രവ്യം കേട്ടോ. ജീവദ്രവ്യത്തിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് കോശാംഗങ്ങൾ അല്ലെങ്കിൽ എന്താണ്? സെൽ ഓർഗനൽസ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ് പഠിക്കാനുള്ളത് കേട്ടോ. അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.